ഹലോ ഗൈസ്. അപ്പം നമ്മളിന്ന് കുറച്ച് വീട്ടിലോട്ടേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മന്ത്ലി ഷോപ്പിംഗ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അത് വീക്കിലി ആയിരിക്കും. നമ്മളെ കയ്യിൽ എങ്ങനെയാണോ പൈസ വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ വീട്ടിലോട്ടേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ സ്മാർട്ട് ബസാറിൽ പോവാതെ, അതായത് ഇരുമ്പനത്ത് സ്മാർട്ട് ബസാറിൽ പോവാതെ മരടിലുള്ള നമ്മളെ ന്യൂക്ലിയസ് മാളിലേക്കാണ് പോയത്. ഇപ്രാവശ്യം അവിടെ പോയിട്ട് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ആയി ന്യൂക്ലിയസ് മാളിലേക്കൊക്കെ പോയിട്ട്. മാളിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എടുക്കുക തിരിച്ച് വരിക എന്നല്ലാണ്ട് ഫുഡ് കോർട്ടിലൊക്കെ പോകുന്നത് ചിലപ്പോഴൊക്കെ ഉള്ളൂ. ദയാശേട്ടൻ്റെ മൂഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ഫുഡ് കോർട്ടിലൊക്കെ ഉള്ള പോക്കും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഫുഡ് കോർട്ടിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ ന്യൂക്ലിയസ് മാളിലോട്ടേക്ക് വന്നു. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വീക്കിലി വാങ്ങുന്ന സമയത്തോട്ടേക്ക് എന്താ പറയുക, പെട്ടെന്ന് സാധനങ്ങൾ തീരുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം പണ്ട് നമ്മളെപ്പം ഒരു മാസത്തേക്കുള്ളതാണ് വാങ്ങിക്കലേന്, അതുപോലെ തന്നെ വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ മൊത്തം സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ച് ലിസ്റ്റ് കംപ്ലീറ്റ് എഴുതി വെച്ച് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഒരു മാസത്തേക്ക് ഏകദേശം എത്ര സാധനങ്ങൾ വേണം എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് എന്തായാലും വീട്ടിൽ ഭക്ഷണം വെക്കുമ്പം നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ സാധനങ്ങളൊക്കെ മൊത്തം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അരി ഇത്ര കിലോ, നമുക്കൊരു മാസം ഒരു അരി ഒരു 5-6 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പിച്ച് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സോപ്പ് പൊടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം 1.5 കിലോ ഒക്കെ വേണ്ടി വരും. അപ്പം 1.5 കിലോൻ്റെ ഒരു പാക്കറ്റ്, 2 കിലോൻ്റെ പാക്കറ്റ് അല്ലെങ്കിൽ 1-ൻ്റെ 2 പാക്കറ്റ്. അപ്പം സോപ്പിൻ്റെ പൊടി ഓൾറെഡി വീട്ടിലുണ്ടെങ്കിൽ അതും ബാക്കി വെച്ചതിന് ശേഷം വെച്ചാൽ ഈ മാസം കൊണ്ട് ഓടും എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് അങ്ങനെയൊക്കെ നോക്കി കണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇപ്പം നമുക്ക് ഒരു പുതിയ ആളും കൂടി ഉണ്ടല്ലോ, സൂസി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അതിനെ പേര് വിളിച്ചിട്ടുള്ളത്. അവൾക്കുള്ള ഫുഡും കൂടി നോക്കി വെക്കും, വാങ്ങിക്കും. പക്ഷേ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പെഡിഗ്രീൻ്റെ ഒക്കെ നല്ല പൈസയാണ്. അപ്പം സ്വിഗ്ഗി വഴി വേറൊരു ബ്രാൻഡിൻ്റെതാണ് വാങ്ങിക്കുന്നത്. അത് അത്യാവശ്യം ഒരു കിലോന് ഒരു 200 രൂപയൊക്കെയുള്ളേ വരുള്ളൂ. അപ്പം സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാനും ബാറും പിന്നെ പുറത്തോട്ടേക്ക് ഇറങ്ങി. ബില്ലിംഗ് സെക്ഷനിൽ പിന്നെ നമ്മൾ ആവശ്യം അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ വീണ നായരല്ലേ, ബിഗ് ബോസിലൊക്കെ ഉണ്ടായത്, അവരെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് ഫുഡ് കോർട്ടിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ടാണ് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലോട്ടേക്ക് കയറാണ്ട് നമ്മൾ നേരെ പുറത്തോട്ടേക്ക് കയറിയിരുന്നത്. വരുമ്പോൾ പാറുവിന് വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എല്ലാവരും കഴിക്കും, ബട്ടർ സ്കോച്ചാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് ബട്ടർ സ്കോച്ച് എന്ന് പറയുന്നത്. അപ്പം വന്നപ്പോൾ തന്നെ ഉദ്ഘാടനം പാറുവാണ് കഴിക്കുക. പാറുവിന് ഐസ്ക്രീം എന്ന് വെച്ച് ഭയങ്കര ജീവനാണ്. അപ്പോൾ വന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി, പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഇറങ്ങിയതിന് ശേഷം പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. ഇതൊക്കെ എടുത്തു വെക്കലാണ് ഭയങ്കര ടാസ്ക് ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.